ഓപ്പറേഷൻ സിന്ദൂർ അപ്ഡേറ്റുമായി മേജർ രവി. മലയാളത്തിൽ മിലിറ്ററി സിനിമകൾക്ക് പുതിയൊരു മുഖം നൽകിയ സംവിധായകനാണ് മേജർ രവി. അദ്ദേഹം സംവിധാനം ചെയ്ത കീർത്തിചക്ര, കുരുക്ഷേത്ര തുടങ്ങിയ ചിത്രങ്ങൾ വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ഈ ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം മോഹൻലാലായിരുന്നു നായകൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്റെ അടുത്ത ചിത്രത്തിൽ വീണ്ടും മോഹൻലാൽ നായകനാകുമെന്നും അത് ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കിയുള്ള ചിത്രമായിരിക്കുമെന്നും മേജർ രവി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബിഗ് ബജറ്റ് ചിത്രമായ ഇതിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക തടസ്സങ്ങളുണ്ടെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. സമീപകാലത്തൊന്നും ഈ പ്രോജക്റ്റിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റുകളൊന്നും വരാതിരുന്നതോടെ ചിത്രം ഉപേക്ഷിച്ച മട്ടിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു. എന്നാൽ ഈ പ്രചാരണങ്ങളിൽ ഒടുവിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മേജർ രവി. ഇനിയിപ്പോൾ അത് തുറന്നങ്ങ് പറയാം. എന്നോട് ലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അണ്ണ, ഋഷഭ് പോലുള്ള എൻ്റെ 2-3 പടങ്ങൾ തുടങ്ങി വെച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ അത് തുടങ്ങരുതെന്ന്. ശരിയെന്ന് ഞാനും പറഞ്ഞു. ഞാൻ 4 മാസമായിട്ട് ലാലുമായിട്ട് ഈ പടത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനിടയിലും അത് നടത്തിയിരുന്നു. സ്റ്റോറിയെല്ലാം ബോൾഡാക്കി, പട്ടാളത്തിൻ്റെ പെർമിഷൻ എടുത്തു, എല്ലാം ക്ലിയർ ആക്കി. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. കന്നഡയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യും. കേരളയിൽ വരുമെന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെയല്ല ഈ സിനിമ വന്നിരിക്കും. മനുഷ്യത്വത്തിന്റെ ഒരു കഥ അതിലുണ്ടാകും, ഒപ്പം പ്രതികാരത്തിന്റെ ഒരു പീക്കും, മേജർ രവി പറയുന്നു. മോഹൻലാൽ നായകനായ 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന ചിത്രമാണ് മേജർ രവി അവസാനം സംവിധാനം ചെയ്തത്. ഇത് 2017 പുറത്തെത്തിയത്. കരിയറിൽ ആകെ 10 ചിത്രങ്ങളാണ് മേജർ രവി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു മേജർ രവി.